സങ്കീർത്തനങ്ങൾ 2-ാം പുസ്തകം അധ്യായം 44. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത കാര്യം ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ഞങ്ങൾ കേട്ടു. അവർ ഞങ്ങളോടറിയിക്കുകയും ചെയ്തു. നിന്റെ കൈ പുറജാതികളെ നശിപ്പിച്ചവരെ നട്ടു, നീ രാജ്യങ്ങളെ നശിപ്പിച്ചവരെ ഉറപ്പിച്ചു. എന്തെന്നാൽ അവർ അവരുടെ വാൾ കൊണ്ടല്ല ദേശത്തെ അവകാശമാക്കിയത്, അവരുടെ ഭുജം അവരെ രക്ഷിച്ചില്ല. എന്നാലോ നിനക്ക് അവരോട് പ്രസാദം തോന്നിയതുകൊണ്ട് നിന്റെ വലത്ത് കൈയും നിന്റെ ഭുജവും തന്നെ യാക്കോബിന്റെ രക്ഷയെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ രാജാവായ ദൈവം നീയാകുന്നു. നിന്നാൽ ഞങ്ങളുടെ ശത്രുക്കളെ കുത്തും, നിന്റെ തിരുനാമം നിമിത്തം ഞങ്ങളെ പകയ്ക്കുന്നവരെ ഞങ്ങൾ ചവിട്ടും. എന്തെന്നാൽ ഞങ്ങൾ രക്ഷിപ്പാനായിട്ട് ഞങ്ങളുടെ വില്ലുകളിലും ഞങ്ങളുടെ ആയുധങ്ങളിലുമല്ല ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ ലജ്ജിപ്പിച്ചത് നീയാകുന്നു. ദൈവമേ, ഞങ്ങൾ നിത്യവും നിന്നെ സ്തുതിച്ച് ഞങ്ങൾ എന്നേക്കും നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യും. ഇപ്പോൾ നീ ഞങ്ങളെ മറന്ന് ഞങ്ങളെ ലജ്ജിപ്പിച്ചു, ഞങ്ങളുടെ സൈന്യത്തോടൊന്നിച്ചു പുറപ്പെട്ടു വരുന്നുമില്ല. എന്നാലോ നീ ഞങ്ങളെ പിന്തിരിച്ചു. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൊള്ള ചെയ്തു, ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ കൊടുത്തു. ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ചിതറിച്ചു. നീ നിന്റെ ജനത്തെ വില കൂടാതെ വിറ്റു, അവരുടെ വില കൊണ്ട് വർധനവുണ്ടാക്കിയുമില്ല. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് നിന്നയും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആക്ഷേപവും പരിഹാസവും ആക്കി തീർത്തു. നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ പഴഞ്ചൊല്ലും സ്വജനങ്ങളുടെ ഇടയിൽ ആക്ഷേപവും ആക്കി. നിന്ദിച്ചു ദുഷിക്കുന്നവന്റെ വാക്ക് ഹേതുവായിട്ടും പ്രതികാരം ചെയ്യുന്ന ശത്രു നിമിത്തമായിട്ടും നിത്യവും എൻ്റെ ലജ്ജ എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്ദിച്ച് ദുഷിക്കുന്നവന്റെ വാക്ക് ഹേതുവായിട്ടും പ്രതികാരം ചെയ്യുന്ന ശത്രു നിമിത്തമായിട്ടും നിത്യവും എൻ്റെ ലജ്ജ എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. എൻ്റെ മുഖലജ്ജ എന്നെ മൂടി. ഇവയെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടും ഞങ്ങൾ നിന്നെ മറന്നില്ല. നിന്റെ ഉടമ്പടിയിൽ ഞങ്ങൾ വ്യാജം ചെയ്തില്ല, ഞങ്ങൾ പിന്മാറിയില്ല. നിന്റെ വഴിയിൽ നിന്ന് ഞങ്ങളുടെ കാലടികളെ മാറ്റിയതുമില്ല. നീ ഞങ്ങളെ ഇരട്ടിയായി ദണ്ഡിപ്പിക്കുകയും മരണനിഴൽ കൊണ്ട് മൂടുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുനാമത്തെ ഞങ്ങൾ മറന്നില്ല. അന്യദേവന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ കൈകൾ നീട്ടിയതുമില്ല. ദൈവം ഇതിനെ പരിശോധിക്കുന്നവനാകുന്നു, എന്തെന്നാൽ താൻ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു. നിന്റെ നിമിത്തം ദിവസം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു, അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ ഗണിക്കുന്നു. കർത്താവേ, നീ ഉണരണമേ, നീ ഉറങ്ങരുതേ. നീ ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ മറന്നു കളയരുതേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. ഞങ്ങളുടെ എളിമയെയും ഞെരുക്കങ്ങളെയും മറന്നു കളയുകയും അരുതേ. എന്തെന്നാൽ ഞങ്ങളുടെ ആത്മാവ് പൂഴി വരെയും താണു, ഞങ്ങളുടെ വയറ് നിലത്തോട് പറ്റി. നിന്റെ കരുണ നിമിത്തം നീ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.